ഹായ് ഫ്രണ്ട്സ്, ലിറ്റിൽ വിങ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കക്കുരു കളിയോടയ്ക്ക എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റമായിട്ടാണ് കേട്ടോ. അതിനായിട്ട് നമുക്ക് അരിപ്പൊടിയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങാവേ. ആദ്യമായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്കും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്ന് വെച്ചാൽ ഈ അരിപ്പൊടി നന്നായിട്ട് വറുത്ത് പൊടിച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ, കൊച്ചുള്ളി, വെളുത്തുള്ളി, കുറച്ച് ജീരകം, ചെറിയ ജീരകം, പിന്നെ ഉഴുന്ന് വറുത്ത് പൊടിച്ച് എടുക്കേണ്ടതാണ് കേട്ടോ. പിന്നെ കുറച്ച് എള്ള് വേണം കേട്ടോ. എള്ളൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ഒരു മണമൊക്കെ കിട്ടാനായിട്ടാണ്. എള്ള് വറക്കൊന്നും വേണ്ട, നമ്മൾ എണ്ണയിൽ ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് വറുത്ത് കിട്ടും കേട്ടോ, പറന്ന് വരും. അപ്പോൾ അതുകൊണ്ട് പച്ചവെള്ളമാണ് എടുത്തേക്കുന്നത്. ഇനി ഈ കൂട്ടിലേക്ക് നമുക്ക് ഈ തേങ്ങയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് നമ്മുടെ അവിയലിനൊക്കെ അരയത്തില്ലേ ആ പരുവത്തിൽ ഒന്ന് അരച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് നമ്മുടെ ആ ഉഴുന്ന പരിപ്പ് നന്നായിട്ട് പൊടിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്യാൻ കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചേക്കുന്ന എള്ളും ജീരകവും ഇപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഇട്ടാൽ നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും കേട്ടോ. നല്ല എണ്ണയിലൊക്കെ കിടന്ന് പൊരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു മണമായിരിക്കും കേട്ടോ. അപ്പോൾ കഴിവതും കറിവേപ്പില ഒഴിവാക്കാതെ ശ്രദ്ധിക്കണേ. എന്നിട്ട് നമ്മൾ വെള്ളമൊക്കെ ചൂടുവെള്ളം തന്നെ ഒഴിച്ച് നന്നായിട്ട് നമ്മൾ ഇടിയപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന മാതിരി നല്ല രീതിയിൽ കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടണം മാവേ. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു വലിയൊരു ബോളിൻ്റെ അത്രയും ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ഉരുട്ടി നല്ല ഷേപ്പിൽ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഇതിനെ കുഞ്ഞു കുഞ്ഞു പീസസായിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഉരുട്ടിയെടുക്കേണ്ടതാണ് കേട്ടോ. ഒരു എന്താ പറയുക, ഒരു കുഞ്ഞ് നെല്ലിക്കയേക്കാളും ചെറുതായിട്ട് എത്രത്തോളം നമുക്ക് ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ ചെറിയ കുഞ്ഞു ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കും. കണ്ടത് ഇത്രത്തോളം ആവുള്ളൂ. ഒരു നെല്ലിക്ക വലുപ്പത്തേക്കാളും ചെറുതായിട്ട് ഉരുട്ടിയെടുക്കുക. അതാണ് ഇതിന് ഏറ്റവും നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ, അത്രയ്ക്ക് നല്ല ടേസ്റ്റായി. നമ്മളുടെ കറിവേപ്പിലയുടെയും വെളുത്തുള്ളിയുടെയും കൊച്ചുള്ളിയുടെയും എള്ളിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ അതിൽ ഇറങ്ങും കേട്ടോ. അത് വറുത്ത് കോരി എടുക്കുമ്പോൾ എന്താ കറുമുറ അത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ എല്ലാം ഇവിടെ നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ നെല്ലിക്കയേക്കാളും ചെറുതായിട്ട് കേട്ടോ. എത്രത്തോളം നിങ്ങൾക്ക് ചെറുതാക്കി എടുക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ചെറുതാക്കി എടുക്കാൻ ശ്രമിക്കുക. ഇനി നമ്മൾ എണ്ണ ചൂടാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം മാത്രമേ ഇതിൽ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഈ ഫ്ലെയിം കുറച്ച് വെക്കുക. ഉൾഭാഗമൊക്കെ നന്നായിട്ട് ഒന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ എണ്ണയ്ക്ക് മഞ്ഞ കളർ ഉണ്ട്. അത് നേരത്തെ ഒരു ട്രിപ്പ് നമ്മൾ ഉപ്പേരി വറുത്തായിരുന്നു കേട്ടോ. കായയും ചിപ്സും ഒക്കെ വറുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എണ്ണയ്ക്ക് ഒരു മഞ്ഞ കളർ തോന്നിക്കുന്നത്. ഇതൊക്കെ നമുക്ക് വെളിച്ചെണ്ണയിലൊക്കെ ചെയ്തെടുത്താൽ ഒന്നുകൂടി നല്ല ടേസ്റ്റും ആ വെളിച്ചെണ്ണയുടെ സ്മെല്ലൊക്കെ അതിൽ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ കക്കുരു എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. എന്താ ഭംഗി കാണാനും കഴിക്കാനും അടിപൊളിയാണേ. അപ്പോൾ നമുക്കത് കഴിച്ചു നോക്കിയാലോ. കണ്ടില്ലേ, നല്ല ക്രിസ്പിയാണ് കേട്ടോ.
നല്ല അടിപൊളിയാണ്. എല്ലാവരും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാമേ.